ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തു പോവാണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് നോക്കിയ വാലന്റൈൻസ് ഡേക്ക് ചേട്ടന് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു ടീഷർട്ടാണ്. വാലന്റൈൻസ് ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ ഇടുന്നത്. അപ്പോൾ ചേട്ടൻ ഇന്ന് ഭയങ്കര വയ്യായ്കയായിരുന്നു, വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴേക്കും ഇനി പള്ളിയിലേക്ക് പോകണ്ടെന്ന് കരുതിയിരിക്കുമായിരുന്നേ. പിന്നെ ഞാനൊന്ന് എന്താ പറയുക, വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ പറയെങ്കിൽ നമുക്കൊന്ന് പോയേച്ച് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണെങ്കിലും ചേട്ടൻ്റെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് വാങ്ങിയത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീടിന് അടുത്ത് തന്നെ കൊങ്ങൂർപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും പള്ളിയിലേക്ക് വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നിവാബേബിക്ക് ടോയ്സൊക്കെ കണ്ടിട്ട് അവൻ അതൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടിയ ടോയ്സൊക്കെയാണ് എടുത്തത്. പക്ഷേ ആൾക്ക് ഇപ്പോഴെന്ന് പറയുന്നത് ടോയ്സൊക്കെ എല്ലാം കൂടെ കാണുമ്പോൾ അവന് കൺഫ്യൂസ്ഡ് ആണ്, എന്തെടുക്കണം എന്ന് അവന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് ആ ചേട്ടന്മാർ കാണിച്ചൊക്കെ കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഈ പള്ളി എന്ന് പറയുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ വഴിയോടെ കച്ചവടക്കാരൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അവന് എല്ലാ ടോയ്സും കൂടി കണ്ടിട്ട് എന്തെടുക്കണം എന്ന് അവന് അറിയില്ല കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളിയും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു, കാരണം ചേട്ടന് വയ്യായ്ക ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാത്രം അവിടെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ നേരെ വന്നത് വേറൊരു ഷോപ്പിലേക്കാണ്. എനിക്ക് കുറച്ച് ഫാൻസിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ, ക്ലിപ്പ്, കമ്മൽ, അങ്ങനെയൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ നിവാബേബിക്ക് ടോയ്സ് വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ ഈ ഒരു ടോയ് എടുത്തിട്ടോ. പക്ഷെ ഇവന് ആ ടോയ് ബാറ്ററി കിട്ടി ചേട്ടൻ വർക്ക് ചെയ്യിപ്പിച്ചപ്പോഴേക്കും ആൾ കുറച്ച് സമയം ആ ടോയൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ അവൻ എന്തോ അതൊക്കെ ഒന്നും പിടിക്കുന്നില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ അവൻ ഒരുപാട് ടോയ്സ് ഇങ്ങനെ കാണുമ്പോഴേ അവന് തന്നെ അറിയില്ല എന്തെടുക്കണം എന്ന് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ബാറ്ററി കിട്ടിയത് അങ്ങനെ സെറ്റാക്കി അത് വർക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം അപ്പോഴേക്കും അവനത് താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവന് വേണ്ടാത്ത സാധനം പിന്നെ നമ്മൾ നിർബന്ധിച്ച് മേടിക്കണ്ടല്ലോ. അവൻ ആകെ വാങ്ങിയെന്ന് പറയുന്നത് ബബിൾസ് ആണ് കേട്ടോ. ഒരു 10ൻ്റെ ബബിൾസ് ആണ് അവൻ ആകെ വാങ്ങിച്ചു കൊണ്ടോ. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു ബ്രഷ് കേട്ടോ, എൻ്റെ ഒരു ബ്രഷ് കംപ്ലൈൻ്റ് ആയിരുന്നേ. അപ്പോൾ പിന്നെ ഇതും കൂടെ അങ്ങ് മേടിച്ചും കേട്ടോ. അപ്പോൾ നിവാബേബി ആണെങ്കിൽ ടോയ്സ് കണ്ടിട്ട് എന്തെടുക്കണം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ അവൻ ഒരെണ്ണം വാങ്ങി നമ്മൾ അതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. ബൈ.